ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, പണ്ട് മുതൽക്കേ ഇങ്ങനെ ഒരു ഇഷ്യൂ കുഞ്ഞുങ്ങളെ ഫേസ് ചെയ്ത് വരുന്നുണ്ട്. ഇന്നാണ് ഈ സോഷ്യൽ മീഡിയാസൊക്കെ പുറത്ത് ഈ കണക്കുകളൊക്കെ എടുക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കൂടുതൽ പോപ്പുലറായി വരുന്നത് കൊണ്ട് ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു വരുന്നത്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ഒന്നും തുറന്ന് പറയത്തില്ലായിരുന്നു. ഇത് പലതരത്തിലാണ് കുഞ്ഞുങ്ങളെ ബാധിക്കാം. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, അവരുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കുന്ന നിലവാരത്തിൽ. അങ്ങനെ ഒരു കുഞ്ഞിന് ആ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അത് അച്ചീവ് ചെയ്യേണ്ട പല മേഖലകളിൽ എത്തപ്പെടാൻ കഴിയാതെ അവരെ പുറകോട്ട് വലിക്കാൻ തക്കവണ്ണം ഈ ട്രോമാസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്താറുണ്ട്. അത് പല 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 റീസൺ ഉണ്ട് അതിന്. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ഒരു ട്രോമയാവാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ട്രോമ. അവർ വളർന്നു വരുമ്പോൾ അവരുടെ സങ്കടത്തിലൂടെയും മാനപ്രയാസത്തിലൂടെയൊക്കെ അവർ ഒരു കുഞ്ഞ് ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ചയാണ് ആ കുഞ്ഞിന് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് ട്രോമ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരൊരു കംഫർട്ട് സോണിലല്ല വളർന്നു വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഒരു ഭാവിയെ പോലും അത് അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ അത് അത്രമാത്രം സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അത് ഇന്നത്തെ കാലത്ത് ഒരു 100 പേരിലെടുത്താൽ ഒരു 80% ആൾക്കാർ ഇത് തുറന്നു പറയുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ട്രോമ പല വിധത്തിലായിരിക്കും, പക്ഷെ ചിലർ മാത്രം അത് തുറന്നു പറയും എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ഓരോ ഇഷ്യൂസായിട്ട്, എന്ന് പറഞ്ഞാൽ ഫാമിലി ഇഷ്യൂ ആയാലും, ഈ ഫാമിലി ഇഷ്യൂവിനൊക്കെ നല്ലപോലെ ബാധിക്കുന്നുണ്ട് പല കുടുംബങ്ങളിലും. എന്ന് പറഞ്ഞാൽ സംസാരിച്ച് വരുമ്പോഴേ അറിയുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ മിസ്ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ചൈൽഡ്ഹുഡിലുണ്ടായ ട്രോമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അത് പല രീതിയിൽ അത് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് തുടർന്നുള്ളവരുടെ ജീവിതത്തെ നല്ല രീതിയിൽ അത് ബാധിക്കും. ചൈൽഡ്ഹുഡിൽ ഭയങ്കരമായിട്ടുള്ള ട്രോമയിലൂടെ ഇപ്പോൾ ഈ മദ്യപിച്ചെത്തുന്ന ഫാദർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴക്കിൻ്റെ അകത്ത് വളർന്നു വരുന്ന ഒരു കുഞ്ഞ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇവരോടുള്ള ഒരു ദേഷ്യം, ഇവരോടുള്ള ഒരു പക, ഗ്രഡ്ജൊക്കെ മനസ്സിലുണ്ടായിട്ട് ഇപ്പോൾ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും പറയാനുണ്ട് ഒരുപാട് കഥകൾ. ഇത് ചിലരതിനെ ഓവർകം ചെയ്തൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെങ്കിലും ഇത് ഒരുപാട് കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഐഡന്റിറ്റി ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നു.